തെരഞ്ഞെടുപ്പാണ്. ജനം പലതും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും. അതിന്റെ സാമ്പിൾ ദാ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിനം വരെ ജനങ്ങളുടെ മുന്നിലേക്ക് പലതരം പബ്ലിസിറ്റി സ്റ്റണ്ടുമായി നേതാക്കളെത്തും. സൂക്ഷിക്കണം. ഇന്നത്തെ പ്രൈം സ്റ്റോറി പാളിയ PR. സ്ഥലം കോഴിക്കോട് ബാലുശ്ശേരി. CPM ജാഥയാണ് വേദിയിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. സ്വീകരണം കഴിഞ്ഞ സ്റ്റേജിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നു. പോക്കറ്റിൽ നിന്ന് 2000 രൂപയെടുത്തു. സർക്കാരിൽ നിന്ന് കിട്ടിയ പെൻഷനാണത്രേ. UDF വന്നാൽ ഈ പെൻഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ് മൊയ്തീൻ ആ 2000 രൂപ ഗോവിന്ദൻ മാഷിന്റെ പോക്കറ്റിൽ ഇട്ടുകൊടുക്കുന്നു. പെൻഷൻ കിട്ടിയ പൈസ ഇപ്പോ UDF വന്നാൽ എനിക്ക് കിട്ടൂല. നമ്മൾ തന്നെ വരണം. അവിടെ തീർന്നില്ല. മൊയ്തീൻ കൊടുത്ത പണം നോക്കി പാർട്ടി സെക്രട്ടറി അത് തിരിച്ചു കൊടുക്കുന്നു. നിങ്ങൾ തന്നെ വെച്ചോളൂ എന്ന ഡയലോഗും. ഇടത് സൈബർ ഹാൻഡിലുകൾ വീഡിയോ അങ്ങ് വ്യാപകമായി പ്രചരിപ്പിച്ചു. ഇനി ടേക്ക് 2. നേതാക്കൾ പറഞ്ഞിട്ടാ ഞാൻ സ്റ്റേജിൽ കയറിയത്. പൈസ കൊടുക്ക, ഓര് തന്നെ തിരിച്ചു തരും. മറ്റാരുമല്ല, മൊയ്തീന്റെ തന്നെ മൊഴി. മനസ്സാറിന് കൊടുത്തതല്ലേ? മനസ്സാറിന് കൊടുത്തതല്ലേ? അങ്ങനെയല്ലേ പറയുന്ന ഞങ്ങൾ കേട്ടില്ലേ? ഞാൻ പെൻഷന് ഓരോരോ നേതാക്കന്മാരൊക്കെ എത്തും, പിണറായിന്റെ എത്തും, വേറെ എല്ലാവരും എത്തും. പെൻഷൻ കിട്ടിയിട്ട് മുപ്പരെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല, അങ്ങനെ കളിക്കുന്നില്ലേ? അതേമാതിരിയിൽ ഞാൻ കയറിയിട്ട് കളിച്ച മുപ്പരെത്തുന്നു. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കേണ്ടി ഇന്നത്തെ എന്നെ തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. നിങ്ങൾ എന്നെ കീസയിലിടീന്നും പറഞ്ഞു. കീസയിൽ വെച്ചിട്ടൊന്നും പറഞ്ഞു കീസയിലിട്ട് തന്നു. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ വിധി എന്ന ഡയലോഗാണോ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നത്? വലിയ ചർച്ചയായി, വലിയ വിവാദമായി. മൊയ്തീൻ പറഞ്ഞതങ്ങ് മാറ്റി പറഞ്ഞു. ഞാൻ വരും പൈസ ഇങ്ങനെ കൊയിനമ്മാച്ചക്ക് കൊടുത്ത് കൊയിനമ്മാച്ച് എനിക്ക് എന്നെ തന്ന് നിങ്ങളെ കീസ തന്നെ കിടക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെയാണ് പറഞ്ഞത്. ഞാരും ആക്കിയാലൊന്നല്ല, ഞാൻ എൻ്റെ സ്വതവേ ഞാൻ പറഞ്ഞത് തന്നെ. ഞാൻ LDF CPM കൂറ് കാണിക്കുന്ന ഒരാളാണ് ഞാൻ. തുടങ്ങുന്നതിന് മുൻപ് കെട്ടടങ്ങിയ PR വർക്കാണ് ആ കണ്ട ബാലുശ്ശേരിയിലെ പെൻഷൻ നാടകം. സ്ക്രിപ്റ്റും ഡയലോഗും ഒക്കെ ഗംഭീരമാണ്. പക്ഷേ അവതരണത്തിൽ പാളി. സാരമില്ല, ജാഥ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനിയും കിടക്കുകയല്ലേ സമയം. നാടകം തുടർന്നോളൂ. പക്ഷേ പ്രായമായ വയ്യാത്ത മനുഷ്യനെ ഇതിന് ഉപയോഗിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നേരിടുന്ന സമ്മർദ്ദം മുഴച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ PR ഇമേജ് നന്നാക്കലിന് പാവപ്പെട്ട മനുഷ്യരെ ബലിയാടാക്കരുത്.